ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഉത്സവമാണ് കേട്ടോ. ഞങ്ങളുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ SNDP ആനന്ദാശ്രമം എന്ന് പറഞ്ഞാൽ SNDPയുടെ അമ്പലം കേട്ടോ. ഞങ്ങളുടെ അമ്പലത്തിലെ 1-ാം ദിവസമാണ് ഉത്സവത്തിൻ്റെ. അതായത് നാളെ കൊടിയേറും. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊടിക്കയറ് ഞങ്ങളുടെ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ താലവും ചെണ്ടമേളവും ഒക്കെ ആയിട്ട്, അതായത് അവരുടെ കുടുംബത്തിലുള്ളവരത് കൊടിക്കയറായിട്ട് വരും. ഞങ്ങൾ താലമൊക്കെ വെച്ച് അമ്പലത്തിലോട്ട് പോകും. അടുത്ത് തന്നെ കേട്ടോ വീട്. അമ്പലം വരെ ഞങ്ങൾ താലം പിടിച്ച് എല്ലാവരും കൂടെ പോകാം ഗൈസ്. അപ്പോൾ ഓരോ വീട്ടിലും വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഫോട്ടോയോ അല്ലെങ്കിൽ ഒത്തിരി പക്ഷെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ഓണത്തെക്കാട്ടിൽ ഒരുപാട് എല്ലാ അമ്മമാരാട്ടോ എടുത്തേക്കുന്നത്, ചെറിയ പിള്ളേരെക്കാട്ടിലും. ദേവരാണ് കേട്ടോ ആ ഫാമിലി. അപ്പോൾ എൻ്റെ അമ്മയാണ് ഗൈസ് ഇത്. ഞാൻ എടുത്തില്ല, അമ്മ എനിക്ക് വീഡിയോ ഒന്നും എടുത്തു തരത്തില്ല കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഗുരുദേവൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അതാണിപ്പോൾ കണ്ടത്. ഇവിടെ ഫുള്ള് ഞങ്ങൾ മഞ്ഞ കൊണ്ടങ്ങ് അലങ്കരിച്ചേക്കും കേട്ടോ. ഞങ്ങൾ അമ്പലം എത്താറായി. ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറുകയാണ്. അപ്പം ഞങ്ങളുടെ എത്രാമത്തെ ഉത്സവമാണെന്ന് ഞാൻ മറന്നു ഗൈസ്. ഏകദേശം ഒരു 190. കാരണം ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് നമ്മുടെ ശ്രീ മഹാത്മാഗാന്ധിജിയാണ് കേട്ടോ. അപ്പം ഗാന്ധിയുടെ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാനത് എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ അത് നോക്കട്ടെ. യെസ് ഇത് അതാണ്ട് കണ്ടോ, ഗാന്ധിജിയുടെ ഞങ്ങളുടെ ഓഡിറ്റോറിയം ഗൈസ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന കേട്ടോ. അവിടെ ആയിരുന്നു എൻ്റെ കല്യാണം നടന്നത്. നേരെ കാണുന്നതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഓഫീസ്, SNDPയുടെ ഓഫീസ്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഞങ്ങളുടെ സ്റ്റേജാണ് കേട്ടോ. അപ്പം ഇത് ഈ തറയോട് ഞങ്ങളുടെ പുതിയതായിട്ട് ഈ ഉത്സവം പ്രമാണിച്ചിട്ടേക്കുന്ന കേട്ടോ. തറയോട് ഈ നമ്മുടെ ഈ സംഭവം. അപ്പം ഞങ്ങളുടെ ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ സ്ഥലത്താണ് കേട്ടോ ഇരിക്കുന്ന ഗൈസ്. ഞങ്ങളുടെ അമ്പലവും ഞങ്ങളുടെ ഓഡിറ്റോറിയവും ഞങ്ങളുടെ സ്റ്റേജും ഞങ്ങളുടെ സ്കൂളുണ്ട് കേട്ടോ. അമ്പലം എത്തി ഗൈസ്. എല്ലാവരും അകത്തോട്ട് കയറുകയാണ്. താലം വെച്ചിട്ട് അകത്ത് കയറിയിട്ട് ഒരു തവണ വലം വെക്കും. എന്നിട്ട് ഗുരുദേവനെ കാണിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയോട് പറയും ഒരു തവണ എങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് എടുത്തു തരാൻ. എൻ്റെ അമ്മയ്ക്ക് നാണം ഗൈസ്. പിന്നെ ഞാൻ ചുമ്മാ എടുത്തില്ല, എൻ്റെ ഒന്നും വീഡിയോസ് വന്നിട്ടില്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊടിമരം. ഇന്ന് കൊണ്ടുവയ്ക്കുന്ന ആ കൊടിക്കയറ് നാളെ ഞങ്ങൾ കൊടിയേറ്റും. അപ്പം നാളെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണാം. ബൈ.